സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇതാണ്. പിന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മദറാണ് ആദ്യം വേണ്ടത്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 250 മില്ലി 4 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം ഇവിടെ ഈ പാത്രത്തിൽ ചേർത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിനകത്തോട്ട് നമ്മൾ 1 കിലോ ശർക്കരയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് 20 ദിവസത്തോളം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇപ്പോൾ 30 ഡിഗ്രി 35 ഡിഗ്രി ചൂടായ പാടുള്ളൂ. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അത് സൂക്ഷിച്ച് വെക്കണം. പിന്നെ നമ്മൾ തുറക്കേണ്ട ആവശ്യമില്ല. ഒരു 10 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും തുറക്കേണ്ടതില്ല. 20-ാം ദിവസം ആകുമ്പോൾ നമുക്ക് 2-3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം പരവൃക്ഷങ്ങൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാനും. അപ്പം കൂടുതൽ ചെറിയ മിത്ര ബാക്ടീരിയകളെല്ലാം നമ്മുടെ മണ്ണിലുണ്ടാവും. അങ്ങനെ നമ്മുടെ മണ്ണ് ജൈവ സമ്പുഷ്ടമാകും. അങ്ങനെ നമ്മുടെ വിളകളെ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ എല്ലാം വർധനവും ബാക്ടീരിയയുടെ എണ്ണവും കൂടുന്നതുകൊണ്ട് മണ്ണ് ജൈവ സമ്പുഷ്ടമാകും. നമ്മുടെ മണ്ണിനെ നമുക്ക് ജൈവമാക്കി മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വിദ്യയാണ് സൊല്യൂഷൻ ചേർക്കുക എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ മണ്ണ് 10-30 വർഷമായ മണ്ണെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പം മണ്ണിയൊന്നും വളരാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ മണ്ണിൽ വളരും. ഇത് നമുക്കിതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. കമ്പോസ്റ്റെല്ലാം മണം കളയാനായിട്ട്, കന്നാലിക്കൂട്, മറ്റ് ചീഞ്ഞ് കിടക്കുന്ന വസ്തുക്കളെല്ലാം മണം കളയാനായിട്ട് ഇത് ഉപകരിക്കും. അതുപോലെ ബാത്റൂമിലൊക്കെ പിന്നെ ഇതിൻ്റെ ഒഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ദുർഗന്ധമുള്ള എല്ലാം അത് ഇച്ചിരി അങ്ങ് ഒഴിച്ചു കഴിയുമ്പോഴത്തേനും സൊല്യൂഷൻ ഇത് നമ്മൾ നേർപ്പിച്ചെടുക്കുകയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ചേർത്ത് എവിടെ ഒഴിച്ചാലും പെട്ടെന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ ദുർഗന്ധമെല്ലാം ഇല്ലെന്നാവും. വേസ്റ്റ് മാനേജ്മെൻറ്റിനെല്ലാം കൊള്ളാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കൊള്ളാം. ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. മണ്ണിൻ്റെ ഘടന മാറ്റും. നമുക്ക് ഇനി അത് തയ്യാറാക്കാം. ഇത് 2 ലിറ്ററോളം വെള്ളമുണ്ട്. പിന്നെ അതിൽ ശർക്കര നമ്മൾ ചേർക്കുകയാണ്. ഇത് നല്ലപോലെ അരക്കേണ്ടതുണ്ട്. പിന്നെ അതോട് നമ്മൾ ഈ 1 ലിറ്ററിൽ 250 മില്ലിയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇതിപ്പം 60 മില്ലിയാണ്. ഇപ്പോൾ 240 മില്ലിയായി. ഇനി നമുക്ക് 10 കൂടെ ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ 4 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്നത്. 4 ലിറ്റർ വെള്ളത്തിന് നമ്മൾ 250 മില്ലി മദർ ചേർത്തു. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർക്കാം. ഇതുകൊണ്ട് നമുക്ക് ഇത് 20 ലിറ്റർ ഇതുപോലെ 1 ലിറ്റർ മദർ കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം. 20 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കാം. അത് നമ്മൾ ഇത് 20 ദിവസം കഴിയുമ്പോഴത്തേനും 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി വീതം അല്ലെങ്കിൽ 3 മില്ലി വീതം ചേർത്ത് നമുക്ക് വിളകൾക്കെല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാം. അപ്പം മണ്ണും മാറും. മറ്റ് പല നമ്മൾ മുമ്പ് പറഞ്ഞ ഉപയോഗങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. വേസ്റ്റ് മാനേജ്മെൻറ്റിനും കൊള്ളാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളമോടെ ചേർത്ത് ഇനി ഇത് 10 ദിവസത്തേന് ഇത് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് ഒന്ന് കുലുക്കി ചേർത്തതിന് ശേഷം വീണ്ടും 20 ദിവസം കഴിഞ്ഞാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഇത് 30 ഡിഗ്രി 35 ഡിഗ്രി ചൂടുള്ള അതിൽ കൂടെ ചൂട് വരാത്തൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഏതാണ്ട് 250 മില്ലി എടുത്തു. ഇനി നമുക്ക് 3 പ്രാവശ്യം കൂടെ ഇങ്ങനെ 5 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളത്തിനും കൂടെ ചേർത്ത് 20 ലിറ്ററോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ 20 ദിവസം കഴിയുമ്പോൾ സൊല്യൂഷൻ റെഡിയായി. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെടികളിലെ ചോട്ടിൽ നമുക്ക് തെങ്ങ, ജാതി, കമുക്, റംബുട്ടാൻ എല്ലാം പലവൃക്ഷങ്ങൾക്കെല്ലാം ഒരു 20 മില്ലി എടുത്തേച്ച്, ഒരു കായ്ക്കുന്ന ഒരു തെങ്ങിനാണ് 20 മില്ലി എടുത്തേച്ച് ഒരു 5 ലിറ്റർ വെള്ളം ചേർത്ത് തെങ്ങിന് വട്ടം തടത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ ഘടന മാറി നല്ല ജൈവ സമൃദ്ധമാണ്. അങ്ങനെ നമ്മൾ 3 മാസത്തിലൊന്നിങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പം നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വരും.